ഇപ്പൊ നടത്തിക്കാൻ ഇറങ്ങിക്കാണ് ഞങ്ങള്. രാവിലെ വെറുതെ ഇങ്ങനെ നടക്കാൻ വേണ്ടിട്ട് ഇതിന്റെ മൊത്തം ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരും. ഇപ്പൊ മെയിൻ ബ്ലോഗർ ഞാനാണ്, ഇപ്പൊ അസിസ്റ്റന്റ്. അപ്പം എൻ്റെ സ്നേഹനിധിയായ ഭർത്താവ് എന്നെ കൊണ്ട് ആപ്പിൾ തീറ്റിക്കുകയാണ് കേട്ടോ. എന്താണ് അവ അത്ര അധികം സ്നേഹം? നമുക്ക് വീഡിയോൻ്റെ അവസാനം കാണട്ടെ ഈ സ്നേഹത്തിൻ്റെ കുട്ടൻസ് എന്താന്ന്. മൂപ്പരാൾ റൂമിൻ്റെ ഉള്ളിൽ എന്നെക്കൊണ്ട് പഴവർഗ്ഗങ്ങൾ തീറ്റിച്ചിട്ട് പുറത്ത് പോയി ഫുൾ എൻജോയ് ചെയ്യാണ് ഗൈസ്. കണ്ടില്ല, ഐസ്ക്രീമൊക്കെയാണ് കയറ്റണത്. എന്നിട്ട് ഇതൊക്കെ വീഡിയോ എടുത്ത് എന്നെ കൊടുന്ന് കാണിച്ച് കൊതിപ്പിക്കുകയും ചെയ്യുക. അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടത്. അപ്പോൾ അതാ ഹോസ്പിറ്റലൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, വ്ളോഗിൽ ഇട്ടോന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ ഹോസ്പിറ്റലിൽ നമ്മൾ കുറേ വട്ടം വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടാവും. എന്നാലും ഇതാ ഫുൾ രൂപം കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനവിടെ കഞ്ഞിയും ചമ്മന്തിയും ബ്രെഡും റസ്കൊക്കെ തിന്നാന്ന് ഉള്ളൊരു ഫീലിംഗ് പോലും ഇല്ലാണ്ട് എൻ്റെ ഭർത്താവ് കൂടെ വന്നിരുന്നിട്ട് ഇതാ ബിരിയാണി അടിക്കുകയാണ് ഗൈസ്, ബിരിയാണി ഗൈസ്. അപ്പം ഞങ്ങളിതാ പുതിയ മൈക്കൊക്കെ വാങ്ങി. ഇതൊക്കെ വരുമ്പോൾ പുതിയ മൈക്ക് 2 കേട്ടോ വെച്ച് പീപ്പിൾ. ഞങ്ങൾ നല്ല സംസാരിക്കണം ഇപ്പോൾ. കാരണം ഇനി മൈക്കല്ലേ ഞങ്ങൾക്ക് നോളിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ, കുഞ്ഞാവില്ലേ. മറ്റാൾ ഉറങ്ങിയാലാണ് ഞങ്ങൾക്കൊന്ന് റെസ്റ്റ് ഉള്ളു. ഞങ്ങൾക്കല്ല ഞങ്ങൾക്കും പിന്നെ ഉണർന്നതിൻ്റെ കയ്യിലെടുത്ത് കൊടുക്കും ഞാൻ. പിന്നെ അല്ല ഗൈസ്, കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിത് പറയട്ടെ. കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നോർമൽ ഡെലിവറി ആയിരുന്നു സിസേറിയൻ ആയിരുന്നു എന്ന്. അപ്പോൾ എനിക്ക് എന്തായിരുന്നു സർജറി ആയിരുന്നു കേട്ടോ. നമുക്ക് ചെറിയൊരു ഡിസിഷൻ ഉണ്ടായിരുന്നു, അത് കാരണമൊക്കെ പാടെ സർജറി ആയിട്ടാണ് ചെയ്തത്. എനിക്ക് നോർമൽ, എനിക്ക് ഡേറ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. നോർമൽ ആവുമായിരുന്നു, പക്ഷെ എനിക്ക് കോള് വന്നില്ല ഇടയ്ക്ക്. പക്ഷെ എനിക്ക് ഒരു ആരും കൊടുക്കട്ടെ. പക്ഷെ എനിക്ക് എന്താണ് എൻ്റെ ഒരു വേറൊരു സംഭവം കൂടി എടുത്ത് കളയാണ്ടായിരുന്നു. ചെറിയൊരു മുഴ ആ ഒരു പോളി പോലത്തെ ഒരു സാധനം എടുത്ത് കളയായിട്ടുണ്ടായിരുന്നു കേട്ടോ. സെർവിക്സിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് സിസേറിയൻ ആക്കിയത്. അങ്ങനെ അത് കൂടെ തന്നെ ഡെലിവറിയും കഴിച്ചതാണ് കേട്ടോ. എനിക്ക് ഈ മാസം 22-ാം തീയതിയാണ് കറക്റ്റ് ഡേറ്റ് വരുന്നത്. പിന്നെ നമ്മളെ വാവക്ക് പേരിട്ടില്ലൊക്കെ. എന്താ പേര്? കളിയാക്കാണ്. ഞാൻ ഇട്ട പേരായ നിങ്ങൾക്ക് ഇഷ്ടായില്ല? ഞാൻ കൊറേ ചോദിച്ചിരിക്കണം എന്തെങ്കിലും പേരുണ്ടോ കേട്ടാ. അപ്പൊ ആള് പറയണ പേരെന്താ പറയാ, മനാഫ്. എന്തൊക്കെ മനാഫ് അത്ര. ഞാൻ പേര് കഴിഞ്ഞതിൻ്റെ അടുത്ത് പറയണേ നമുക്ക് കുട്ടിക്ക് മനാഫിന് പേര്. ഇന്നത്തെ കാലത്ത് ആരെങ്കിലൊക്കെ മനാഫ് നല്ല പേരാണ്. അത് ട്രെൻഡിങ് ഉള്ള കാലത്ത് നല്ല പേരായിരിക്കും. പക്ഷെ ഇപ്പോൾ ട്രെൻഡിങ്ങൊക്കെ പോയിട്ട് കിടക്കുമ്പോൾ മനാഫ് നമുക്ക് അറിയില്ലല്ലോ. ഇത് ചെയ്യാം, പണ്ടും കൊണ്ടില്ലാത്ത ഒരു സാധനം. ഞങ്ങളെ കൂടുതൽ വിശേഷവുമായിട്ട് ഞങ്ങൾ വീഡിയോയുമായി വീണ്ടും വന്നിരിക്കും അല്ലേ. മൈക്കണ്ടെങ്കിൽ പൊളിക്കും. ഞങ്ങൾക്ക് തീരെ വെയ്യടി അല്ല, വെയ്യൊന്നും നമുക്കല്ല, നിനക്ക് സംസാരിക്കാനും വയ്യ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ ബൈ. ഗൈസ്, ഞങ്ങൾ പുതിയ മൈക്കൊക്കെ വാങ്ങിയിട്ടോ. മൈക്ക് ടെസ്റ്റ് 2 ഇപ്പോൾ തൽക്കാലം നേരത്തുള്ളതൊക്കെ കുറച്ച് പീപ്പിൾ മൈക്കൊക്കെ വാങ്ങിയിട്ടാണ്. പിന്നെ എന്താ ഗൈസ്, കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നോർമൽ ഡെലിവറി ആണോ സിസേറിയൻ ആണോ എന്ന്. എന്തായിരുന്നു ഇപ്പോൾ പറഞ്ഞെടുത്തോട്ട് അറിയാൻ പോലുള്ള കേൾക്കില്ല. കറക്റ്റ് പറഞ്ഞു സിസേറിയൻ ആയിരുന്നു ഗൈസ്. പറയുന്ന പോലെ പേടിയാണ്. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിപ്പോ ഞങ്ങളിപ്പോ പുറത്തിറങ്ങിയിട്ടുള്ളത്. നടക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. നടക്കാൻ ടാസ്ക്കാണ് ഗൈസ്. അപ്പൊ എല്ലാവരും എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല്, പ്രസവിക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖപ്രസവം മതി. സുഖപ്രസവത്തിന് വേദന ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ അറിയാം. അപ്പൊ കണക്കന്നെ. നമുക്ക് നമ്മളെ കുഞ്ഞുവാവിനെ കിട്ടിയില്ലേ. കടക്കണ കടപ്പ് നോക്ക്. ഓക്കെ.